കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് പേരാവൂരിലെത്തിയ LDF സ്ഥാനാർത്ഥിയുടെ പ്രകടനം എങ്ങനെയാവുമെന്നാണ്. പ്രിയപ്പെട്ട KK ശൈലജ ടീച്ചറാണ് പേരാവൂരിൽ LDF സ്ഥാനാർത്ഥി. ടീച്ചർ മട്ടന്നൂർ പോലെ അല്ല പേരാവൂർ, വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട്. ടീച്ചർ, ഞാൻ ചോദിച്ചു വന്നത്, മട്ടന്നൂർ നമ്മൾ വലിയൊരു വിജയമാണ് നേടിയത്. അത് കഴിഞ്ഞ് പേരാവൂരിലെത്തുമ്പോൾ വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. KPCC പ്രസിഡൻ്റാണ് മറുവശത്ത്. ടീച്ചർ ഇവിടേക്ക് വന്നതൊക്കെ രാഷ്ട്രീയമായി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പം ഇത്രയും ദിവസമായി, എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പേരാവൂരിൻ്റെ ജന്മനാടാണ്. ഞാൻ ജനിച്ചു വളർന്നതും എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും സെക്കൻഡറി വിദ്യാഭ്യാസവും എല്ലാം ഈ മണ്ണിലായിരുന്നു. ഞാൻ വിവാഹിതയായി പഴശ്ശിയിലേക്ക് പോകുന്നത് വരെ ഇവിടെയാണ് താമസിച്ചത്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കവും എല്ലാം ഇവിടെയാണ്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗവും എനിക്ക് വളരെ സുപരിചിതമാണ്. എന്നെ നാട്ടുകാർക്കും അതുപോലെ തന്നെ സുപരിചിതമാണ്. രണ്ട് മണ്ഡലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ CPIMൻ്റെ വളരെ സ്ട്രോങ് ഹോൾഡാണ് മട്ടന്നൂർ. പേരാവൂർ അത്രത്തോളമല്ല നമുക്ക് പറയാം. നേരത്തെ ഞാൻ പേരാവൂർ പോരാടി ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരാവൂരും ഇന്നത്തെ പേരാവൂരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് മണ്ഡലം ബൈഫർക്കേഷൻ വന്നപ്പോൾ. പക്ഷേ ആ വ്യത്യാസം വന്നപ്പോഴും ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നത് ചെറിയ വോട്ടിനാണ്. 5000-ൽ താഴെ വോട്ട്. ഒരു തവണ 6000, പിന്നെ 3400, പിന്നെ 3100. അങ്ങനെ UDFൻ്റെ ലീഡ് കുറഞ്ഞു വരുന്നതായിട്ടാണ് ഈ മണ്ഡലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ലീഡെല്ലാം മറികടന്ന് ഇത്തവണ പേരാവൂർ വിജയിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. കഴിഞ്ഞ തവണ ടീച്ചർ ജയിച്ചത് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ്. 60,000-ൽ പരം വോട്ടുകൾക്കാണ് മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചത്. അത്രയും ഉയർന്ന ഭൂരിപക്ഷത്തിന് ജയിച്ച് 5 വർഷം MLA ആയ മണ്ഡലത്തിൽ നിന്ന് മാറിയപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നോ? ഇതിൽ വിഷമിക്കാനൊന്നും ന്യായമില്ല. കാരണം ഞങ്ങൾ ആരെങ്കിലും ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം തീരുമാനിക്കുകയല്ല ചെയ്യുന്നത്. അത് പാർട്ടി ആണ്. ഇടതുപക്ഷ മുന്നണിയിൽ ഓരോ പാർട്ടിയും അവനവൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയാണ്. അത് മൊത്തത്തിൽ LDF അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഒരു പോളിസി ഇത്തവണ നിശ്ചയിച്ചത്, തുടർച്ചയായി 2 തവണ MLA ആയിട്ടുള്ള ഒരാൾ നല്ല വിജയസാധ്യതയുള്ള മണ്ഡലമാണെങ്കിൽ അവിടെ തുടർന്ന് മത്സരിക്കേണ്ടതില്ല. അവിടെ പുതിയ ആരെങ്കിലും വരട്ടെ എന്നാണ്. കാരണം വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ പുതിയ ആരെയും നമുക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിക്കാം. എന്നെ സംബന്ധിച്ച് മട്ടന്നൂർ ഉറച്ച മണ്ഡലമാണ്. മാത്രമല്ല അവിടെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് എൻ്റെ മണ്ഡലത്തിലാണ്. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി മത്സരിപ്പിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ പിന്നെ സനോജിന് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം മട്ടന്നൂരാണ്. ഞാൻ അവിടുന്ന് മാറുക എന്നുള്ളത് സാധാരണ രീതിയിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ മത്സരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പാർട്ടി പറഞ്ഞു, പാനലിൽ ഞാനും കൂടി ഉണ്ടാവണം, ഞാൻ മത്സരിക്കണം. പേരാവൂർ ടീച്ചർ മത്സരിച്ചാൽ ജയിക്കും, അതുകൊണ്ട് പേരാവൂർ മത്സരിക്കാൻ ടീച്ചർ സന്നദ്ധയാവണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഞാനത് അനുസരിക്കുക തന്നെയാണ്. ഇഷ്ടത്തോടെ സമ്മതിച്ചു. എൻ്റെ നാടല്ലേ, ഒരു നല്ല പോരാട്ടം നടത്താം. ആത്മവിശ്വാസമുണ്ട്. ഈ കണ്ണൂർ CPMൽ മുമ്പില്ലാത്ത വണ്ണമുള്ള പല ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി രംഗം വളരെ സീനിയർ നേതാവായിട്ടുള്ള TK ഗോവിന്ദൻ മാസ്റ്റർ വിമതനായി കോൺഗ്രസ് പിന്തുണയോടെ തളിപ്പറമ്പിൽ മത്സരിക്കുക, ശ്യാമൾ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ തളിപ്പറമ്പിൽ വിവാദമാവുക, B കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന ആൾ പയ്യന്നൂരിൽ മത്സരിക്കുക, 2 പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ UDFൻ്റെ പാനലിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ചില ശരിയല്ലാത്ത കാര്യങ്ങളുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അഭിലാഷ് പറഞ്ഞതുപോലെ ഞെട്ടിപ്പിക്കുന്നതൊന്നും അല്ലത്. കണ്ണൂർ CPM അറിയുന്ന ആളുകൾക്ക് കണ്ണൂർ CPMൽ, കണ്ണൂർ മാത്രമല്ല CPM. ശരി, ഇപ്പോൾ ഇലക്ഷൻ ബസ് യാത്ര തുടരുന്നു.